മഹാഗുരുവിൻ്റെ ഏകലോക ദർശനം എന്താണെന്ന് ഗുരുവിൻ്റെ ആ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ഗുരുവിൻ്റെ ഓരോ കൃതികളിലൂടെയും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവരെയൊക്കെ ഓർക്കണം. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഓരോ കൃതിയും നമ്മൾ എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് എന്താണ് ഗുരു അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കേണ്ട, നമ്മൾ ഏതെല്ലാം ജീവിത ചര്യകളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഓരോ ദേവതാ സങ്കല്പത്തിൽ ഗുരു ഓരോ കൃതികൾ എഴുതി തന്നിട്ടുണ്ട്, ഓരോ ദേവതയിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ഇതിലൊക്കെ നമുക്ക് പോയി പ്രാർത്ഥിക്കാമല്ലോ. ഇവിടെയെല്ലാം ഒന്നിച്ചു ചേരുന്നത് എവിടെയാണ്? നമ്മൾ എത്തിച്ചേരുന്നത് ഗുരുവെന്ന പരബ്രഹ്മ സ്വരൂപത്തിലോട്ടാണ്. നമ്മളുടെ ഏറ്റവും, അതായത് നമ്മളെല്ലാം വളരെ ലളിതമായി ചൊല്ലുന്ന ദൈവദശകം എന്നൊരു ഒറ്റ കൃതി മതി നമുക്ക് ഗുരുവിനെ മനസ്സിലാക്കുവാൻ, ഗുരുവിൻ്റെ ആ ഏകലോക ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ദൈവമേ എന്ന് തുടങ്ങി സുഖത്തിൽ അവസാനിക്കുന്ന, അതായത് എല്ലാ അറിവാണ് ഈശ്വരൻ എന്ന് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് നമ്മൾക്ക് ആ ദൈവദശകം എന്നൊരു ഒറ്റ കൃതിയിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ ആദ്യമേ തന്നെ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ എന്നാണ് പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറയുന്ന ഒരു ഭക്തന് എന്താ പറയുന്നത്, അവൻ്റെ ഇഷ്ടാനുസരണം, അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരില്ലാതെ ആർക്കു വേണമെങ്കിലും പ്രാർത്ഥിക്കുവാവുന്ന തരത്തിൽ നമ്മൾക്കൊരു ദൈവദശകം എന്ന കൃതിയിൽ അങ്ങെന്ന് പറയുന്നത് ആരാണ്? ഈശ്വരനാണ്, ഭഗവാനാണ്. ഭഗമുള്ളവൻ, 6 ഗുണങ്ങളോട് കൂടിയവൻ. ആ 6 ഗുണങ്ങളോട് കൂടിയവൻ ഈശ്വരൻ പൂർണ്ണമാകുന്നത് ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഐശ്വര്യവും കീർത്തിയും സമ്പത്തും ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ചേർന്ന് ഉത്തമ ഗുണമുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ദൈവമേ കാത്തുകൊള്ളുക അങ്ങെന്ന് പറയുമ്പോൾ ആ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വിളിക്കുവാൻ പറഞ്ഞു തന്നു മഹാഗുരു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി തൊട്ടെണ്ണുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള സകല ആവാസ വ്യവസ്ഥയിലുള്ള സകല ജീവജാലങ്ങളെയും, ജീവനില്ലാത്തതും ജീവനുള്ളതുമായ എല്ലാത്തിനെയും തൊട്ടെണ്ണി എണ്ണി എണ്ണിയാണ് മഹാഗുരു അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒന്നിനെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണെന്നാണ് ഗുരുവിൻ്റെ കൃതികളിലൂടെ ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് തന്നെ മഹാഗുരു അദ്വൈത ദീപികയ്ക്കകത്ത് നമ്മളോട് പറയുന്നുണ്ട്. പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. ഇല്ലേ? ഗുരുവിൻ്റെ കൃതികളിലെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും എല്ലാം ഒന്നിനൊന്നിനൊന്നിന് കണക്റ്റഡ് ആണ്. അതുപോലെ പിന്നീട് പറയുന്നു, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന നിൻപദം. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് ആ മഹാ ഈശ്വരൻ്റെ, ആ ഒരേ ഒരു ഈശ്വരൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെ ആ അദ്വൈത ദീപികയിൽ നമ്മളുടെ ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു സംസ്കൃത പദ്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഏക ഒരു പദ്യമാണ് ഈശാവാസി ഉപനിഷത്ത്. അതിൽ ആദ്യത്തിൽ എന്താ പറയുന്നത്? ആദ്യ വരികളിൽ എന്താണ് പറയുന്നത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. അല്ലേ? അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാണെന്ന് പറയുന്നത് അതേ ഈശോവാസി ഉപനിഷത്തിൽ നമ്മളോട് പറയുന്നു, ഈ ഈശൻ, ഈ ജഗത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് നമ്മളെന്നുള്ളൊരു ചിന്ത മാറ്റി എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അവിടെ നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മളെന്ന് നമ്മളെ മനസ്സിലായി. ആരുടെയും ധനം ആശിക്കരുതെന്നാണ് പറഞ്ഞത്. നമുക്കൊക്കെ ഉള്ളത് നമ്മളുടെ ഇട്ടാവട്ടത്തിൽ വെട്ട് കറങ്ങാതെ ഈ സമൂഹത്തിലേക്ക്, നമ്മളുടെ വീട്ടകലയിൽ നിന്ന് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് രാജ്യത്തിലേക്കും, രാജ്യത്തിൽ നിന്ന് ലോകത്തിലേക്കും നമ്മളുടെ അരുളും അൻപും അനുകമ്പയും ഒക്കെ പോകണമെന്നാണ് മഹാഗുരു പറഞ്ഞത്. ആ മഹാഗുരുവിനെ നമ്മൾ പഠിക്കണം. ആ മഹാഗുരു എന്താണ് നമുക്ക് തന്നൊരു ദർശനം എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് ഗുരു പറയുന്നുണ്ട്, വാസസ്സു തന്തുവിതു പഞ്ഞിദാതിമൂല ഭൂതപ്രഘാതമിതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്ന മരുസലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഗുരു എന്താ പറഞ്ഞത്? വാസസ്സു തന്തുവിതു പഞ്ഞിദാതിമൂല. അതായത് നമ്മളൊക്കെ ഈ വസ്ത്രം ധരിക്കുന്നുണ്ട്. ഈ വസ്ത്രം എവിടെ നിന്നുണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ വസ്ത്രം എവിടെ നിന്നാണ്? നമുക്ക് ഒരു നൂലിൽ നിന്നാണ് ഈ വസ്ത്രം ഉണ്ടായത്, അല്ലേ? ഈ നൂല് എവിടെ നിന്നാണ്? പഞ്ഞിയിൽ നിന്നാണ്. ഈ പഞ്ഞി എവിടെ നിന്നാണ്? ഒരു മരത്തിൽ നിന്നാണ്. ഈ മരം എവിടെയാണ് നിൽക്കുന്നത്? നമ്മളുടെ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇത് വളർന്നു വരണമെങ്കിൽ എന്ത് വേണം? പഞ്ചഭൂതങ്ങൾ വേണം. ഈ പഞ്ചഭൂതങ്ങൾ എണ്ണിയാൽ ഒടങ്ങാത്ത, അതായത് നമ്മൾക്ക് അവിടെ എന്താണെന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ടോ? ആ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയുമോ? ഓരോ സൃഷ്ടിയെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഭഗവാൻ ഇത് തന്നെയല്ലേ ഓരോ കൃതികളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. 1931 തോമസ് ആൽവാ എഡിസൺ തൻ്റെ മരണത്തിനു മുമ്പിൽ എഴുതി വെച്ചു, ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന്. പക്ഷേ ഞാൻ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചിട്ടും എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ഇതിലൊരു നിഗൂഢതയുണ്ട്, ഒരു ബോധമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം 1955
നോബൽ സമ്മാന ജേതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും, ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയുവാൻ സാധിക്കുമെന്ന്. പക്ഷേ അദ്ദേഹവും പറഞ്ഞു, എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല, എനിക്കിതിലൊരു നിഗൂഢതയുണ്ടെന്ന്. പിന്നീട് 2012 ജൂൺ 4 ഈ ലോകത്തുള്ള 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഒന്നിച്ചിരുന്ന് ശ്രമിച്ചു. 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒരു വിസ്ഫോടനം ഉണ്ടായി അതിന്റെ സൃഷ്ടി രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു ദൈവഗണമാണെന്ന്. ഒന്ന് ഓർത്തു നോക്കിയേ, ഗുരു 1897 തന്റെ കൃതിയിൽ അദ്വൈത ദീപികയ്ക്കകത്ത് പറഞ്ഞു, ഇത് പരമാവധി ബോധം അത്രേന്ന്. അതായത് വാസസ്സു തന്തുവിതു പഞ്ഞി ഇതാദിമൂല ഭൂതപ്രഘാതം ഇത് മോർക്കുകിൽ ഇപ്രകാരം, ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളെല്ലാവരെയും ഈ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരനാണെന്നുള്ള സത്യം നമ്മളെ തിരിച്ചറിയുവാൻ വേണ്ടി ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരോടും അരുളും അൻപും കരുണയും ഉള്ളവരായിട്ട്, അരുളുള്ളവനാണ് ജീവി എന്ന ആ നവാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട് അർപ്പിക്കുവാൻ നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആ സമഭാവനയോടും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്ന് ആ മഹാഗുരു നമുക്ക് കാണിച്ചു തന്ന ആ ദർശനത്തിൽ ഓരോന്നിലും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഒരുപക്ഷെ എനിക്ക് പഠിക്കുവാൻ സാധിച്ചത് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളെടുത്ത് പേനയുണ്ടാക്കിയാലും ഈ ജലാശയങ്ങളിലെ ജലം മുഴുവൻ എടുത്ത് മഷിയുണ്ടാക്കിയാലും ഗുരുചരിതം എഴുതിയും പറഞ്ഞും ഒന്നും തീരില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പെങ്കിലും ഒന്ന് തുടങ്ങേണ്ടതായിരുന്നു മഹാഗുരുവിൻ്റെ തിരുചരിതം പഠിക്കുവാനെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ ജീവിതം കൊണ്ടൊന്നും ഗുരുവിനെ പഠിച്ച് നമ്മൾ തീരില്ല. നമ്മളുടെ ഏതു തലങ്ങളിൽ തൊട്ടാലും മഹാഗുരുവിൻ്റെ ആ ഏകലോക ദർശനമാണ്. നമ്മളെ എല്ലാവരും ആത്മസഹോദരരായിട്ട് കാണുക എന്ന വലിയൊരു ലക്ഷ്യമാണ് ഗുരു മുന്നിൽ കണ്ടത്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും കടന്നു പോകുവാൻ സാധിക്കണം. ഇന്നത്തെ തലമുറകളൊക്കെ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പത്രത്താളുകൾ എടുത്തു വെച്ച് നോക്കിയാൽ വളരെ സങ്കടത്തോടെയാണ്. നമ്മളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുതേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്ക് നമ്മളുടെ പത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കാരണം എന്താണ്, നമ്മളുടെ ഇന്ന് നമുക്കറിയാം മഹാഗുരു 1920 പറഞ്ഞൊരു സന്ദേശമുണ്ട്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന്. ആ സന്ദേശം അന്ന് മഹാഗുരു പറയുമ്പോൾ അന്ന് നമ്മളുടെ ഒരു ലഹരീയ പാനീയം എന്ന് പറയുന്നത് കള്ള് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? അന്ന് കള്ളെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വരുമാനം, അതായത് ചെത്തെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമാണ്. പക്ഷെ ആ കുടുംബത്തിന്റെ വരുമാന മാർഗമാണെന്ന് അറിഞ്ഞിട്ടും ഒരു കുടുംബത്തെ നശിപ്പിക്കും, ഒരു സമൂഹത്തെ നശിപ്പിക്കുമെന്ന് മഹാഗുരുവിന് നല്ലൊരു ദീർഘവീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരു എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞു. പക്ഷെ അത് ഈ കാലത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇന്ന് കള്ളെന്ന് പറയുന്ന സ്ഥാനത്ത് എന്തൊക്കെ ലഹരീയ പാനീയങ്ങളാണ്, വിദേശ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, MDM പോലുള്ള ആ മാരകമായ വിഷവസ്തുവിന്റെ മുമ്പിൽ സർക്കാർ പോലും മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇന്ന് നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ കെമിക്കൽ സെൻസറുകൾ സ്ഥാപിക്കുകയാണ്. AI ക്യാമറ സംവിധാനം രാജ്യത്ത് ആദ്യമായി നിലവിൽ വന്നു. ഒന്ന് ഓർക്കണം, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സർക്കാർ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് നമ്മൾ പൊന്നോമകളായിട്ട് ചേർത്ത് പിടിച്ച് നമ്മൾ വളർത്തേണ്ട, നമ്മൾ മാതൃക കാട്ടിക്കൊടുക്കേണ്ട നമ്മളുടെ മക്കളാണ് വഴിതെറ്റി പോയിട്ട് ഇങ്ങനെയുള്ള ക്യാമറകൾ സ്ഥാപിക്കേണ്ടി വന്നത്. എന്തിനു വേണ്ടിയാണ്? വ്യവസായശാലകളിൽ രാസചോർച്ച കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സെൻസറുകൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും കോളേജുകളിലും സ്ഥാപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്കും അതിനകത്ത് പ്രതിബദ്ധതയില്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീടൊരു മാതൃകാ പാഠശാലയായിട്ട് മാറ്റിക്കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ശ്രീനാരായണ ധർമ്മം പഠിപ്പിച്ച് ഗുരുദേവ ദർശനം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞിട്ടല്ലേ എന്ന് ഒരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കണം. നമ്മൾ ഇന്ന് സമ്പത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടിയും നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും പറന്നു നടക്കുമ്പോൾ നമ്മളുടെ തലമുറയെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ടത് എന്താ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നേരാം വഴിക്ക് നടത്തണം. അതിനുവേണ്ടി മഹാകവി കുമാരനാശാൻ പാടി വെച്ചതുപോലെ നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യൻ ലഭിക്കുമോ കുലത്തിന് ഇതുപോലെ, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ. നമുക്കറിഞ്ഞ് സ്വായത്തമാക്കുവാൻ സ്വന്തമായിട്ട് കിട്ടിയ മഹാനിധിയാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ. ആ മഹാദേവനെ അറിഞ്ഞ് ആചരിച്ച് സ്വായത്തമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. നമുക്കിനി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം.
ഇനി ഒരു യുദ്ധം നമ്മളുടെ രാജ്യത്തുണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെ, അതുപോലെ ഇന്നിവിടെ ഇത്രയും നേരം എല്ലാ തിരക്കുകളും മാറ്റി എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ, ഗുരുധർമ്മം ചെയ്യിക്കട്ടെ.